Good morning. Good morning, ma'am. Okay, good morning. തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് ദിവസമായില്ല എല്ലാവരെയും കണ്ടിട്ട്. പിന്നെ എങ്ങനെയൊക്കെ ഇരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഓക്കെ, വായിച്ചു നോക്കിയോ? നമ്മുടെ ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് MEPH എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തോണ്ടിരുന്നത്. എടുത്ത ഭാഗങ്ങൾ വരെ വായിച്ചൊക്കെ നോക്കിയോ നിങ്ങള്? ക്ലിയർ ആയോ? ഓക്കെ, അത് ശരി. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വാളിറ്റി അഷ്വറൻസില് ഇവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കണ്ടിരുന്നു അല്ലെ? 13ഓളം റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഈ പറയുന്ന ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചു. പിന്നെ ഈ പറയുന്ന കമ്മിറ്റി അല്ല, അതിന്റെ ഒരു സ്റ്റാഫിംഗ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് അക്രഡിറ്റേഷനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. എന്താണ് അക്രഡിറ്റേഷൻ? കുറച്ച് പോയിന്റുകളൊക്കെ പറഞ്ഞിരുന്നു. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് പബ്ലിക് റെക്കഗ്നേഷൻ എന്നാണ് പറയുന്നത്. ഇറ്റ് ഇസ് എ പബ്ലിക് റെക്കഗ്നേഷൻ ആണ്. പിന്നെ ഒരു അക്രഡിറ്റേഷൻ നമ്മൾ ഒരു ഹോസ്പിറ്റലിന് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? അതായത് ആ ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിനെ അല്ലെ, അവരുടെ പ്രകടനത്തിനെ ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷനിലൂടെ, അതായത് പുറത്തു നിന്നുള്ള ഒരു ഏജൻസിയുടെ എന്താണ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിന് എന്ത് കൊടുക്കുന്നത്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ കമ്പൾസറി ആണെന്ന് പറഞ്ഞു. വെച്ച് നിർബന്ധമുള്ള ഒരു കാര്യമല്ല, അത് ശരിക്കും വോളണ്ടറി ആണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ലീഗൽ റിക്വയർമെന്റ് അല്ല. അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അതിനൊരു ലീഗൽ റിക്വയർമെന്റ് ഒന്നുമില്ല. പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു നോൺ കമ്പൾസറി ആണ്. പിന്നെ പറഞ്ഞു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്, തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അല്ലെ? അല്ലാണ്ട് ഒരു വൺ ടൈം പ്രോസസ് അല്ല അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു എന്താ പറയാ പ്രക്രിയയാണ്. അങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ അക്രഡിറ്റേഷനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് എന്താന്ന് വെച്ചാല് അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് അക്രഡിറ്റേഷൻ കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളത് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചാണ് പഠിക്കുന്നത്. ഒന്നാമത്തത് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്. രണ്ടാമത്തത് ബെനിഫിറ്റ്സ് ഫോർ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റുകളുണ്ട്. മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ബെനിഫിറ്റ്സ് ഫോർ ദ സ്റ്റാഫ് ആണ് കേട്ടോ. സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളുണ്ട്. അങ്ങനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണത് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് ബെനിഫിറ്റ്സ് ഫോർ ദ പേഷ്യൻസ്. പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു. പേഷ്യൻസ് ആണ് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അല്ലെ? കാര്യം അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്, അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അതിപ്പോഴൊരു ഹൈ ക്വാളിറ്റിയുള്ള പരിചരണങ്ങളും പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ നിന്നും വളരെ യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് പേഷ്യൻസിനായിട്ട് സേവനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ അത്തരം ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അത് പേഷ്യൻസിന്റെ അവകാശങ്ങള് അത് അവിടെ ബഹുമാനിക്കപ്പെടുകയും പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ പേഷ്യന്റിന്റെ സംതൃപ്തി എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആർക്ക് കിട്ടുന്ന പ്രയോജനങ്ങളാണ്? പേഷ്യൻസിന് കിട്ടുന്ന പ്രയോജനങ്ങളാണ്. ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായിരുന്നോ? ഓക്കെ ആണ്. അപ്പൊ ഇനി ബാക്കിയുള്ള നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബെനിഫിറ്റ്സ് ഫോർ ദ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷൻ ഏതാണ്? ഹോസ്പിറ്റൽ ആണ് അല്ലെ? എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷൻ, എന്തൊക്കെ ബെനിഫിറ്റുകളാണ് അക്രഡിറ്റേഷൻ മൂലം ലഭിക്കുന്നത് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുള്ള പോയിന്റുകളാണ്, നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ആദ്യത്തെ പോയിന്റ് വായിക്കാം. Accreditation to a healthcare organization invigorates a continuous improvement.
അപ്പൊ അവിടെ നമുക്ക് ഇൻവിഗോറേറ്റ് എന്താണെന്ന് പറയുന്നത് അല്ലെ. ഇൻവിഗോറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന്റെ ശരിക്കും അർത്ഥം ഉന്മേഷം നൽകുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. പ്രോത്സാഹിപ്പിക്കുക. എന്താണ് സ്ക്രീൻ കാണുന്നില്ലേ? ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, സ്ക്രീൻ ഷെയറിങ് നൽകുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ? നോക്കി സ്ക്രീൻ കാണുന്നില്ലേ ഇപ്പൊ? ഓക്കെ, ഷെയർ ചെയ്തിട്ടുണ്ടെന്നില്ല. അപ്പോ ആദ്യത്തെ പോയിന്റ് കേട്ടോ, ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഒന്നാമത്തെ എന്താണ്? അക്രഡിറ്റേഷൻ ടു എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇൻവിഗോറേറ്റ്സ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. എന്താണ് ഇൻവിഗോറേറ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ഉന്മേഷം നൽകുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ, പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അതായത് ഒരു ഹോസ്പിറ്റലിന് ഒരു തുടർച്ചയായിട്ടുള്ള മെച്ചപ്പെടലിലേക്ക് അവരെ മുന്നോട്ട് നയിക്കുമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അതൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ തുടർച്ചയായിട്ടുള്ള ഒരു എന്താ പറയുക ഇംപ്രൂവ്മെന്റിലൂടെ, മെച്ചപ്പെടലിലേക്ക് അവരെ മുന്നോട്ട് നയിക്കുമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മള് സൈക്കോളജിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്, നമുക്കൊരു അംഗീകാരം ലഭിക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നമുക്കൊരു അംഗീകാരം ലഭിക്കാന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ എന്നും അത് നിലനിർത്താനല്ലേ നോക്കുള്ളൂ. നമുക്ക് ഓൾറെഡി അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ എന്നും അത് നിലനിർത്താനേ നോക്കുള്ളൂ. നശിപ്പിക്കാൻ നമ്മൾ നോക്കൂ ഇല്ല. നമുക്ക് ലഭിച്ചതിൽ നിന്നും കൂടുതൽ ഇംപ്രൂവ്മെന്റിലോട്ട് പോകാനല്ലേ നമ്മൾ ശ്രമിക്കാം. എന്നും ആ അംഗീകാരം നിലനിർത്താനല്ലേ നമ്മൾ ശ്രമിക്കാം. അതുപോലെ തന്നെയാണ് ഇത്. അതായത് ഒരു അംഗീകാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അവരെ തുടർച്ചയായിട്ടുള്ള ഒരു മെച്ചപ്പെടലിലേക്ക് അവരെ മുന്നോട്ട് നയിക്കും. അതിന് മുന്നോട്ട് പോകാൻ അവർക്ക് ഉന്മേഷം പകരും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ പോയിന്റ്? ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ഇറ്റ് ലെറ്റ്സ് ദ ഓർഗനൈസേഷൻ demonstrate commitment to quality care and patient safety, thereby guarantees best clinical outcomes. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഓർഗനൈസേഷന്, നമ്മുടെ ഓർഗനൈസേഷൻ ഹോസ്പിറ്റലാണ് കേട്ടോ. ആ ഒരു ഹോസ്പിറ്റലിന് ഈ പറയുന്ന ക്വാളിറ്റി കെയർ, ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ഒരു പരിചരണം, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റി, രോഗിയുടെ സുരക്ഷിതത്വം, അതിനൊക്കെയുള്ള ഒരു ഹോസ്പിറ്റലിന്റെ കമ്മിറ്റ്മെന്റ്, അവരുടെ ഒരു എന്താ പറയുക പ്രതിജ്ഞാബദ്ധത, അതിന് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റല് ചുരുക്കി പറഞ്ഞ ഏറ്റവും ഗുണമേന്മയുള്ള ഒരു പരിചരണം കൊടുക്കാനും പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ അവർ കൂടുതൽ നിർബന്ധിതരാകണം. അവർ കൂടുതൽ അതിനെ എന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? thereby guarantees ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കംസ്, ഏറ്റവും നല്ല ക്ലിനിക്കൽ ഔട്ട്കംസ് അതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം അക്രഡിറ്റഡ് ആണ്, അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ഹോസ്പിറ്റൽ ആകുമ്പോൾ തീർച്ചയായിട്ടും അവർ കൊടുക്കുന്ന ക്വാളിറ്റി കെയറിലായാലും പേഷ്യന്റ് സേഫ്റ്റിയിലായാലും യാതൊരു കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല അല്ലെ. ഏറ്റവും നല്ല ക്വാളിറ്റി കെയർ അവർ കൊടുക്കും, പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പുവരുത്തും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ക്ലിനിക്കൽ ഔട്ട്കംസ്, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു ഹോസ്പിറ്റലിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ആ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ലെറ്റ്സ് ദ ഓർഗനൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, thereby guarantees ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കംസ്. ഓക്കെ, then third point ഇതാണ്. It raises the community confidence in the services given by the healthcare organization as services provided by the credentialed medical staff. എന്താണ് പറയുന്നത്? അതായത് ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അത് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. അതായത് ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിറ്റിയുടെ ഒരു ആത്മവിശ്വാസം, ഒരു എന്താ പറയുക ഒരു വിശ്വാസ്യത അത് വർദ്ധിപ്പിക്കും. കാരണം എന്താണ്? ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് അവർക്ക് സേവനങ്ങൾ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു ആ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന കമ്മ്യൂണിറ്റിയിലെ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം, വിശ്വാസ്യത അത് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. നമ്മൾ പബ്ലിക് റിലേഷൻ ഒക്കെ പഠിച്ചതാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് പബ്ലിക്കിനിടയിൽ, അതായത് ഒരു കമ്മ്യൂണിറ്റിക്കിടയിൽ ആ ഒരു
ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഇതായിരിക്കും, വർദ്ധിക്കും അല്ലെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് നൽകുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്റ് റേസസ് ദ കമ്മ്യൂണിറ്റി കോൺഫിഡൻസ് ഇൻ ദ സർവീസസ് ഗിവൺ ബൈ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ബിക്കോസ് എന്താണ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലില് സേവനങ്ങൾ കൊടുക്കുന്നത് വളരെ യോഗ്യരായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് കേട്ടോ. അത് തന്നെയാണ് വിഷയം, ഗുഡ് വില്ല് കേട്ടോ. ഗുഡ് വില്ല് കൂടുമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു റെപ്യൂട്ടേഷൻ, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് പബ്ലിക്കിനിടയിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റി നല്ലൊരു എന്താണ് ആ ഒരു അഭിപ്രായം ഉണ്ടാവും അല്ലെ, നല്ലൊരു വിശ്വാസ്യത ഉണ്ടാവും. കാരണം ആ ഹോസ്പിറ്റലിൽ നല്ല സേവനങ്ങളാണ്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സേവനങ്ങൾ തരുന്നത്. അതുകൊണ്ട് ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള പബ്ലിക്കിനിടയിലുള്ള ഒരു പേജ് എന്തായിരിക്കും, നല്ലതാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതല്ലേ നല്ല അഭിപ്രായം. നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാല്, അടുത്ത പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ദ ഹെൽത്ത് കെയർ യൂണിറ്റ് ടു ബെഞ്ച് മാർക്ക് വിത്ത് ദ ബെസ്റ്റ്. എന്നോട് വായിക്കാം. ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ദ ഹെൽത്ത് കെയർ യൂണിറ്റ് ടു ബെഞ്ച് മാർക്ക് വിത്ത് ദ ബെസ്റ്റ്. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം എന്ന് അറിയുമോ, താരതമ്യം ചെയ്യാനുള്ള മീനിങ് ആണ് കേട്ടോ. ഇവിടുത്തെ മീനിങ് ആണ് ഞാൻ പറഞ്ഞത്. ബെഞ്ച് മാർക്ക് വിത്ത് ദ ബെസ്റ്റ്. ബെസ്റ്റ് എന്ന് പറഞ്ഞാല് ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ടോപ്പ് ആയിട്ടുള്ള ക്വാളിറ്റി കെയറും പേഷ്യന്റ് സേഫ്റ്റിയും ഒക്കെ ഉറപ്പുവരുത്തുന്ന നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവുമല്ലോ, അതുമായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് എന്താണ് ഈ പറയുന്ന ഹോസ്പിറ്റലുകൾക്ക് ഒരു അവസരം ലഭിക്കുന്നു. മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നിലവിലുള്ള ഒരു ഹോസ്പിറ്റല്, ആ ഒരു ഹോസ്പിറ്റലിന് അവരുടെ സർവീസസുകള് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന എന്താ പറയാ അവരുടെ അച്ചീവ്മെന്റ്സുകള് അതൊക്കെ ഷോക്കേസ് ചെയ്യാനായിട്ട്, തുറന്നു കാണിക്കാനുള്ള ഒരു അവസരം, ഒരു പ്ലാറ്റ്ഫോം അവർക്ക് ഒരുക്കി കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായി. ഒരു ഹോസ്പിറ്റലിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ കൊടുക്കുന്ന ഏറ്റവും ക്വാളിറ്റി സർവീസസ് അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെന്റ്സുകള്, പിന്നെന്താണ് അവർ കൊടുക്കുന്ന ആ ഒരു പേഷ്യന്റിന്റെ സേഫ്റ്റി, അതൊക്കെ ഒന്ന് ഷോക്കേസ് ചെയ്യാൻ പറ്റും. മീൻസ് അവർക്കൊന്ന് പുറത്ത് കാണിക്കാനുള്ള ഒരു അവസരം കിട്ടും. എങ്ങനെ, ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് നോക്ക്, ഒരു ഹോസ്പിറ്റലിൽ അവരൊരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഇരിക്കുന്ന ഹോസ്പിറ്റൽ ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഏറ്റവും ടോപ്പിൽ, അതായത് ബെഞ്ച് മാർക്ക് വിത്ത് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് പാർട്ട്ണർഷിപ്പിലൂടെ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഇവരുടേതായ സർവീസസുകളും ക്വാളിറ്റികളും അച്ചീവ്മെന്റ്സുകളൊക്കെ തുറന്നു കാണിക്കാനായിട്ട് അവർക്കൊരു അവസരം ലഭിക്കുന്നു. ഓക്കെ, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് an opportunity to the health care unit to benchmark with the best. ഓക്കെ ആണോ? പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് നമ്മുടെ സർവീസസും ക്വാളിറ്റിയും ഒക്കെ പുറത്ത് കാണിക്കാനായിട്ട് പറ്റും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് an accreditation status also provides a marketing advantage in the competitive healthcare. അതുകൂടാതെ ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റസ്, അതെന്ന് പറഞ്ഞാല് നമുക്ക് എന്താണ് ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരു പരസ്യതന്ത്രമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം അല്ലെ. ഈ ഒരു അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ഹോസ്പിറ്റലുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടെ മാർക്കറ്റ് വാല്യൂ ഉയർത്താനായിട്ട് സാധിക്കും അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അല്ലെ, വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പൊ ആ ഒരു മേഖലയിൽ ഓരോ ഹോസ്പിറ്റലിലും അവർക്ക് അവരുടെ മാർക്കറ്റ് വാല്യൂ ഉയർത്തി കാണിക്കാനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ലേബൽ, ഒരു അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് അവർക്കത് പ്രയോജനപ്പെടുത്താം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് HCO സ്റ്റാൻഡേർഡ്സ്. HCO എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് നമ്മുടെ ഹോസ്പിറ്റൽസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ the HCO standards having been certified by ISQUA provides an international recognition which will also help to encourage medical tourism. അപ്പൊ അവിടെ HCOന്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. പിന്നെ നിങ്ങൾക്ക് അറിയാത്തത് ISQUA എന്താണ് സംഭവം, ഒന്ന് എഴുതി വെച്ചു കേട്ടോ. ഇന്റർനാഷണൽ എഴുതിയെടുക്കാം കേട്ടോ. ISQUA അതിന്റെ ഫുൾ ഫോം ആണ് പറയുന്നത്, ഇന്റർനാഷണൽ സേഫ്റ്റി ഫോർ സേഫ്റ്റി സേഫ്റ്റി അല്ല, സൊസൈറ്റി ആണ് കേട്ടോ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ
സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. എഴുതിയെടുത്തോ? ISQ കേട്ടോ, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഓക്കെ, അപ്പോ ISQUA എന്ന് പറയാം. യുവും എയും സ്മോൾ ലെറ്റർ തന്നെയാണ് കേട്ടോ, യുവും എയും സ്മോൾ ലെറ്റർ തന്നെയാണ്, അതിൽ വേറെ സംശയമൊന്നും വേണ്ട. ISQUA എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. അത് വന്നിട്ട് ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഈ ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല് അത് ഈ പറയുന്ന ക്വാളിറ്റി, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയാ കാര്യങ്ങൾ, സ്റ്റാൻഡേർഡുകളും മറ്റും ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ ഇത് ISQUA എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അതൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ്. അത് നമ്മുടെ ഹെൽത്ത് കെയറിൽ, ആരോഗ്യ മേഖലയുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റി, അതിനൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് ISQUA എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? HCO സ്റ്റാൻഡേർഡ്സ് ഹാവിംഗ് ബീൻ സർട്ടിഫൈഡ് ബൈ ISQUA. അതായത് ഇത്തരത്തിൽ ISQUA പോലെയുള്ള ഗ്ലോബൽ ഓർഗനൈസേഷൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡുകള്, മാനദണ്ഡങ്ങള് അത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ. അതായത് ഒരു ഇന്റർനാഷണൽ അംഗീകാരം അത് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു വലിയ ഗ്ലോബൽ ഓർഗനൈസേഷന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോഴും എന്താണ് ഒരു ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ, ലോകമെമ്പാടും അറിയപ്പെടാനും അല്ലെ ലോകമെമ്പാടുമുള്ള ഒരു റെക്കഗ്നീഷൻ കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാല് വിച്ച് വിൽ ആൾസോ ഹെൽപ്പ് ടു എൻകറേജ് ദ മെഡിക്കൽ ടൂറിസം. അത് കൂടുതൽ എന്തിനെ എൻകറേജ് ചെയ്യുന്നു? മെഡിക്കൽ ടൂറിസത്തിനെ എൻകറേജ് ചെയ്യുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എടുക്കുകയാണ്, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും നിലവിലുണ്ട് അല്ലെ. അലോപ്പതി ആണെങ്കിലും ആയുർവേദ ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത എല്ലാ എന്താണ് സിസ്റ്റം ഓഫ് മെഡിസിൻസും നമ്മുടെ രാജ്യത്തുണ്ട്. പ്രത്യേകിച്ച് ആയുർവേദം എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ക്ലാസിക്കൽ ആയിട്ടുള്ള എന്താണ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. ഈ ആയുർവേദം എന്ന് പറഞ്ഞാല് അതൊരു ഇന്റർനാഷണൽ റെക്കഗ്നീഷനുള്ള ഒരു സിസ്റ്റം, എന്താ പറയാ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പുറത്തുനിന്ന് ഫോറിനേഴ്സും മറ്റൊക്കെ ആയുർവേദ ചികിത്സകൾക്കൊക്കെ ആയിട്ട് നമ്മുടെ രാജ്യത്ത് വരാറുണ്ട് അല്ലെ. നമ്മുടെ കേരളത്തിൽ തന്നെ വന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്താണ് ചില ഇത്തരത്തിലുള്ള ഗ്ലോബൽ ഓർഗനൈസേഷൻ ഒക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളൊക്കെയുള്ള ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ അത്തരം ഹോസ്പിറ്റലുകൾ ഒരു ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ കൊടുക്കുന്നു, ലോകമെമ്പാടും ഒരു റെക്കഗ്നീഷൻ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും അതിനെപ്പറ്റി അറിഞ്ഞ് പല ആളുകളും പുറം രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലോട്ട് വരും. ഇനി നമ്മുടെ ഇവിടെ നിന്നുള്ള ആളുകൾ ചിലപ്പോൾ മറ്റുള്ള പുറം രാജ്യങ്ങളിലേക്ക് പോകും, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് എൻകറേജ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ടൂറിസത്തിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഫോറിനേഴ്സ് ഒക്കെ ആയുർവേദത്തിനെ പറ്റി എങ്ങനെയാണ് അറിയുന്നത്? ചില ഗ്ലോബൽ റെക്കഗ്നീഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പുറമെയുള്ള ആളുകൾ ആ ഒരു സിസ്റ്റം ഓഫ് മെഡിസിനെ പറ്റി അറിയുന്നതും അതിനെപ്പറ്റി മനസ്സിലാക്കി ആ ഒരു ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിൽ വരുന്നതും ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. തിരിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തേക്ക് ആൾക്കാർ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിൽ ISQUA പോലെയുള്ള ഗ്ലോബൽ ഓർഗനൈസേഷൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകള് അതൊരു ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ നൽകുകയും അത് നമ്മുടെ മെഡിക്കൽ ടൂറിസത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് in the end accreditation provides an objective system of empanelment by the insurance and other third parties. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനികൾ, പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഇൻഷുറൻസ് കമ്പനികള്, തേർഡ് പാർട്ടീസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവര് എന്താ പറയാ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റലുകളെയാണ് അവർ പൊതുവെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് അവരുടെ കവറേജും മറ്റും കൊടുക്കുന്നതിനായിട്ട് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി സർവീസും പേഷ്യന്റിന്റെ സേഫ്റ്റിയും ഒക്കെ ഉറപ്പുവരുത്തുന്ന അത്യാവശ്യം നല്ല ഹോസ്പിറ്റലുകളെയാണ് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ടാവുക. അതിന് വേണ്ടിയിട്ട് അവർ തെരഞ്ഞെടുക്കുന്നുണ്ടാവുക. അതാണ് എംപാനൽമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവർ തെരഞ്ഞെടുക്കുന്ന എംപാനൽ ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ ഇടം പിടിക്കാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. അത്യാവശ്യം അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഷുറൻസ് കമ്പനി അവരെ എലിജിബിൾ ആക്കുന്ന ലിസ്റ്റിൽ കയറി പറ്റാനായിട്ട് സഹായിക്കും അല്ലെ. അപ്പൊ അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എംപാനൽമെന്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയോ നമുക്ക് ഉദ്ദേശിച്ചത്? ഇൻഷുറൻസ് കമ്പനികളൊക്കെ അവര് അത്യാവശ്യം നല്ല സേവനങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എംപാനൽമെന്റ് ലിസ്റ്റ് എന്നാണ് പറയാ.
അപ്പൊ ആ ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആയോ പോയിന്റുകള്? മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഓക്കെ. 18 പേരുള്ളൂ ക്ലാസ്സില്. കയറിയിട്ട് 20 പേരുണ്ടായിരുന്നു. ഒക്കെ പോയി തോന്നുന്നു അല്ലെ? ലെഫ്റ്റ് അടിച്ചിട്ട്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഒരു ഓർഗനൈസേഷന് എന്താണ് HCO എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കേട്ടോ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഇത്രയുമാണ് ഒരു ഓർഗനൈസേഷനിൽ ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്നുകൂടി ചുരുക്കി പറയാണ്, അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ തുടർച്ചയായിട്ടുള്ള മെച്ചപ്പെടലിലോട്ട് അവർ മുന്നോട്ട് നയിക്കുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റി കെയറിലും പേഷ്യന്റ് സേഫ്റ്റിയിലുമുള്ള ഹോസ്പിറ്റലിന്റെ കമ്മിറ്റ്മെന്റ് അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും നല്ല ക്ലിനിക്കൽ ഔട്ട്കംസ് അതിലൂടെ ലഭിക്കുന്നു. അതുപോലെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിറ്റിയുടെ പബ്ലിക്കിനിടയിലുള്ള ആ ഒരു കോൺഫിഡൻസ് അത് വർദ്ധിപ്പിക്കുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് കെയർ യൂണിറ്റിന് അവരുടെ ബെസ്റ്റ് സർവീസുകൾ എന്താ പറയുക ഷോക്കേസ് ചെയ്യാനായിട്ട് തുറന്നു കാണിക്കുന്നതിനുള്ള ഒരു അവസരം അവർക്ക് അതിലൂടെ ലഭിക്കുന്നു. പിന്നെ ഈ ഒരു അക്രഡിറ്റേഷൻ അവർക്ക് ഒരു മാർക്കറ്റ് തന്ത്രമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ISQA പോലെയുള്ള ഗ്ലോബൽ ഓർഗനൈസേഷൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ഒരു ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ നൽകുകയും അതുവഴി നമുക്ക് മെഡിക്കൽ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഇൻഷുറൻസ് കമ്പനികൾ പോലുള്ള തേർഡ് പാർട്ടി ഏജൻസികളൊക്കെ എംപാനൽ ചെയ്യുന്ന ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ ഉൾപ്പെടാനായിട്ടും ഈ പറഞ്ഞ അക്രഡിറ്റേഷൻ സഹായിക്കും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ബെനിഫിറ്റ്സ് ഫോർ ദ സ്റ്റാഫ് ആണ് കേട്ടോ. ഇനി ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, the staff in an accredited hospital is content a lot since it provides for continuous learning, good working environment and leadership. കണ്ടന്റ് എലോട്ട് എന്ന് പറഞ്ഞാൽ കോൺഫിഡന്റ് എലോട്ട് എന്നർത്ഥം കേട്ടോ. അതായത് ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ വളരെയധികം കോൺഫിഡന്റ് ആയിരിക്കും. കാര്യം എന്താണ്? അവർക്ക് അവിടെ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് അല്ലെ, അവർക്ക് തുടർച്ചയായിട്ട് പഠിക്കാനും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, അതുപോലെ അവരുടെ എന്താ പറയുക ലീഡർഷിപ്പ് ഇതൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു അവസരം അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ചില ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജോലി ചെയ്യുന്നതും എന്നതിനേക്കാൾ ഉപരി നമുക്ക് സ്വയം എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, നമുക്ക് സ്വയം വളരാനുള്ളൊരു അവസരം ചിലപ്പോ നമുക്ക് അവിടെ ലഭിക്കും അല്ലെ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്കില്ല്, നമ്മുടെ നോളജ് അതൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെയാണ് ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് തുടർച്ചയായിട്ടുള്ള പഠനം, അതുപോലെ അവർക്ക് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ്, അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അങ്ങനെ ഒത്തിരിയേറെ അവരുടെ സ്കില്ലുകള് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് സ്റ്റാഫുകൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് അല്ലേ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? Capabilities and skills of staff also gets enhanced in an accredited hospital. സെയിം മീനിങ് തന്നെയാണ്, സെയിം കൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. അതായത് സ്റ്റാഫുകൾക്ക് അവരുടെ കേപ്പബിലിറ്റീസ്, അവരുടെ കഴിവുകള്, അവരുടെ സ്കില്ലുകള് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെന്താണ് പറയുന്നത്? ഇറ്റ് എൻഹാൻസസ് comprehensive professional development, knowledge and skill in systematic ways with the defined ownership and accountability of all the staff that include medical and paramedical staff. ഇത് തന്നെ സെയിം കൺസെപ്റ്റ് തന്നെ. അതായത് ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്ക് അവർക്ക് അവരുടെ നോളജ്, അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അവരുടെ സ്കില്ല് അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എൻഹാൻസ് ചെയ്യാനായിട്ട്, വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് അവസരം ലഭിക്കുന്നു. ഇതൊക്കെയാണ് സ്റ്റാഫുകൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ. ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചത് അക്രഡിറ്റേഷൻ എന്താണെന്നും അക്രഡിറ്റേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അപ്പൊ സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, ഇതാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കണ്ടത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റിലോട്ട് പോകാം നമുക്ക്. നെക്സ്റ്റ് വരുന്നത് അക്രഡിറ്റേഷൻ ബോഡീസ് ആണ് കേട്ടോ. ഇനി അക്രഡിറ്റേഷൻ ബോഡീസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ അവരുടെ പെർഫോമൻസിനെ എക്സ്റ്റേണൽ ആയിട്ട് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. എക്സ്റ്റേണൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്റ്റേണൽ ഇൻഡിപെൻഡന്റ് ഏജൻസിയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. അങ്ങനെ ഒരു വിലയിരുത്തലിലൂടെയാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിന് എന്ത് കൊടുക്കുന്നത്? അംഗീകാരം, അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അങ്ങനെ അംഗീകാരം കൊടുക്കുന്ന അക്രഡിറ്റേഷൻ ബോഡികളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. ഫസ്റ്റ് നമുക്കറിയാം NABH ആണ് കേട്ടോ. NABH
അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ദ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അപ്പൊ NABH എന്ന് പറയുമ്പോൾ നാഷണൽ ആണ്, അപ്പൊ വിത്തിൻ ഇന്ത്യ ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യക്ക് അകത്തുള്ള ഈ പറയുന്ന ഹോസ്പിറ്റലുകൾക്കും മറ്റുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഹോസ്പിറ്റൽ മാത്രമല്ല ക്ലിനിക്കുകള്, മറ്റുള്ള റീഹാബിലിറ്റേഷൻ സെന്ററുകള്, ആംബുലേറ്ററി സെന്ററുകള്, അങ്ങനെയുള്ള എല്ലാവർക്കും അംഗീകാരം കൊടുക്കുന്ന ഒരു എന്താ പറയാ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ NABH എന്ന് പറയുന്നത്. അടുത്തതാണ് NABL. NABLന്റെ ഫുൾ ഫോം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, കാര്യം നമ്മൾ ലബോറട്ടറിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഓക്കെ, ഇത് പുതിയതല്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ, നമ്മളിത് ലബോറട്ടറിക്കകത്ത് പഠിച്ചിട്ടില്ലേ? ഇത് NABLന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് കേട്ടോ. ഓക്കെ, അപ്പൊ അതെന്തായിരിക്കും? ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന എന്താണ് അക്രഡിറ്റേഷൻ ബോഡിയാണ് കേട്ടോ. അടുത്തതാണ് ACHSI. ACHSI എന്റെ ഫുൾ ഫോം പഠിച്ചു നിൽക്കുക കേട്ടോ. ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. ഓക്കെ, ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ കേട്ടോ. ACHSI അത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതൊരു എന്താ പറയാ, വളരെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ലീഡിംഗ് അക്രഡിറ്റേഷൻ ബോഡിയാണ് കേട്ടോ ACHSI എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് JCI. JCIയുടെ ഫുൾ ഫോം ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. പഴയ തന്നെ പഠിച്ചു വെച്ചോ. ഇത് JCIനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ JCIയുടെ ഫുൾ ഫോം എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാല് ഇറ്റ് വർക്ക്സ് ടു എൻഹാൻസ് patient safety and quality of health care in the international community by promising education, publications, advisory services, and international accreditation and certification. എന്താണ് പറയുന്നത്? JCI എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഇത് വന്നിട്ട് നമ്മുടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ, ദാറ്റ് മീൻസ് നമ്മുടെ ആഗോള തലത്തിൽ തന്നെ നമ്മുടെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന പേഷ്യന്റിന്റെ സേഫ്റ്റി, ക്വാളിറ്റി ഹെൽത്ത് കെയർ, അതിനൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട്, അതിനൊക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ബൈ പ്രോമിസിങ് എഡ്യൂക്കേഷൻ, publication, advisory services and international accreditation and certification. അതായത് ഈ പറയുന്ന ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയറും പേഷ്യന്റ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയുക എഡ്യൂക്കേഷൻസും അതുപോലെ പബ്ലിക്കേഷൻസ് ഇറക്കുന്നുണ്ട് അവര്, അഡ്വൈസറി സർവീസസുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇന്റർനാഷണൽ അക്രഡിറ്റേഷനും സർട്ടിഫിക്കേഷനും ഒക്കെ കൊടുക്കുന്ന ഒരു എന്താ പറയാ അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI എന്ന് പറയുന്നത് കേട്ടോ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അതൊരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഓക്കെ, അതിന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. JCI is the world's largest health care accreditor. അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ചോദിച്ചിട്ടുണ്ട്. ഡാഷ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഹെൽത്ത് കെയർ അക്രഡിറ്റർ. ലോകത്തിലെ തന്നെ ഏറ്റവും എന്താ പറയാ വലിയ ഹെൽത്ത് കെയർ അക്രഡിറ്റർ ആയിട്ട് കണക്കാക്കുന്നത് JCI ആണ് കേട്ടോ. ഇതാണ് JCI ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Since 1994, each hospital that has tried JCI's gold seal of approval has done so as a part of a constant performance improvement journey. അതായത് അവർ പറയുന്നത് JCIയുടെ ആ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ള, JCI ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ ലഭിച്ചിട്ടുള്ള ഓരോ ഹോസ്പിറ്റലുകളും ഇന്ന് ഈ പറയുന്ന ഇംപ്രൂവ്മെന്റിന്റെ പാതയിലാണെന്ന്. 1994 തൊട്ട്, കാര്യം ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു എന്താ പറയുക അക്രഡിറ്റേഷൻ ബോഡി നിലവിൽ വരുന്നത്, ആ സമയത്താണ്. അപ്പൊ ഈ ഒരു JCIയുടെ ഗോൾഡ് സീല്, മീൻസ് അവരുടെ ഒരു സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള ഓരോ ഹോസ്പിറ്റലുകളും ഇന്ന് ഇംപ്രൂവ്മെന്റിന്റെ വക്കിലാണെന്നാണ് പറയുന്നത്. അവരുടെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് അത്രയും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് അക്രഡിറ്റേഷൻ ബോഡീസ് ഏതൊക്കെയാണ്? NABH, NABL, ACHSI, അതുപോലെ തന്നെ JCI കേട്ടോ. ഓക്കെ, JCI എന്ന് പറഞ്ഞാൽ വേൾഡിലെ ലാർജസ്റ്റ് ഹെൽത്ത് കെയർ അക്രഡിറ്റർ ആണ് കേട്ടോ. ഒരു മിനിറ്റ്, ജസ്റ്റ് മിനിറ്റ്, നമ്മളൊന്ന് വായിക്കട്ടെ, ഒരു മിനിറ്റ് ഒന്ന് വായിക്കേ.
ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? അടുത്തത് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് NABH ആണ് കേട്ടോ. NABH പറ്റിയിട്ട് പഠിക്കണം. അപ്പൊ NABH ഫുൾ ഫോം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. NABH standards are modernized every 4 years and now the hospital puts into effect 5th edition standards ബ്രാക്കറ്റിലെ April 2020 കേട്ടോ. അതായത് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് NABH ഫുൾ ഫോം പഠിച്ചു വെക്കാം. പിന്നെ NABH മാനദണ്ഡങ്ങൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാല് ആ മോഡേണൈസ്ഡ് എവറി 4 years 4 ഇയർ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിരിക്കാം. അതായത് നമ്മുടെ NABH സ്റ്റാൻഡേർഡുകൾ ഓരോ 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? റിവൈസ് ചെയ്യുന്നുണ്ട്, പരിഷ്കരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ, തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ എപ്പോഴും സ്ഥിരമായിരിക്കില്ല. അതായത് അതിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും, പരിഷ്കരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, പുതിയ കുറെ സ്റ്റാൻഡേർഡുകൾ ആഡ് ചെയ്യും, ചിലപ്പോൾ പഴയ പല സ്റ്റാൻഡേർഡുകളും എടുത്തു മാറ്റും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ NABH സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്? 4 വർഷം കൂടുമ്പോൾ. പഠിച്ചു വെക്കണം, മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 4 വർഷം കൂടുമ്പോൾ അത് റിവൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് നിലവിലിരിക്കുന്ന NABH സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എത്രാമത്തെ എഡിഷൻ ആണ്? എത്രാമത്തെ എഡിഷൻ ആണെന്ന് അറിയാമോ? 5th എഡിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ നിലവിലിരിക്കുന്നത്. നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് NABH 5th എഡിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. എന്ന് തൊട്ടാണെന്ന് അറിയോ? April 2020 തൊട്ടാണ്. April 2020 തൊട്ട് നിലവിലിപ്പ് ഇരിക്കുന്നത് 5ാമത്തെ എഡിഷൻ ആണ് കേട്ടോ. 5ാമത്തെ NABH സ്റ്റാൻഡേർഡ്സ് ആണ് നിലവിലിരിക്കുന്നത്. ഓക്കെ, 3 പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. NABH ഫുൾ ഫോം, NABH 4 വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്തത് സ്റ്റാൻഡേർഡുകൾ. പിന്നെ നിലവിൽ എത്രാമത്തെ ഇഫക്റ്റ് ആണ്? ഇപ്പൊ ഇരിക്കുന്നത് എത്രാമത്തെ എഡിഷൻ ആണ്? 5th എഡിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇത്രയും ഓക്കെ ആണല്ലോ? ഇനി നോക്കാം. NABH സ്റ്റാൻഡേർഡ്സ് ഫോക്കസ് ഓൺ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ് by the hospital in a changing healthcare environment. അത് നെക്സ്റ്റ് പോയിന്റ് ആണ്. അതായത് NABH സ്റ്റാൻഡേർഡ്സുകൾ എന്തിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്? എന്ത് കാര്യങ്ങൾക്കാണ് അവർ ഫോക്കസ് കൊടുക്കുന്നത്? ഒന്ന്, പേഷ്യന്റിന്റെ സേഫ്റ്റി. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ് ബൈ ദ ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങളിലുള്ള ആ ഒരു ക്വാളിറ്റി. ഈ 2 കാര്യങ്ങൾക്കാണ് NABH സ്റ്റാൻഡേർഡുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്തരം ഈ 2 കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് അവർ അധികം എന്ത് ചെയ്യുന്നത്? ഫോർമുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഏതൊക്കെ 2 കാര്യങ്ങൾ? ഒന്ന്, പേഷ്യന്റിന്റെ സേഫ്റ്റി, രണ്ടാമത്തേത് ക്വാളിറ്റി ഓഫ് ദ സർവീസസ് ഗിവൻ ബൈ ദ ഹോസ്പിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് NABH is given by an autonomous body established by the Government of India known as QCI. QCI full form എന്താണ്? Quality Council of India, which is the standard making body in India. എന്ന് പറഞ്ഞാല് നമ്മുടെ NABH എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എന്താണ്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓട്ടോണോമസ് ബോഡി. ഓട്ടോണോമസ് ബോഡി എന്ന് വെച്ചാല് സ്വയംഭരണ അധികാരമുള്ള ഒരു ബോഡിയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ QCI, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയും. അതൊരു ഓട്ടോണോമസ് ബോഡിയാണ്. അവരുടെ ഒരു വിങ് ആണ് ഇത് NABH എന്ന് പറയുന്നത് കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യയിലെ ഈ പറയുന്ന സ്റ്റാൻഡേർഡുകളും മറ്റുമൊക്കെ എന്താ പറയാ ഉണ്ടാക്കുന്ന ബോർഡാണത്, ഓട്ടോണോമസ് ബോർഡാണ്. ആ ഒരു അവരുടെ ഒരു വിങ് ആണ് ഇത് NABH എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും മാത്രം നിങ്ങൾ അതിന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ NABH ഫുൾ ഫോം പഠിച്ചു വെക്കാം. NABH അതിന്റെ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത് 4 വർഷം കൂടുമ്പോഴാണ്. നിലവിൽ എഫക്റ്റിൽ ഇരിക്കുന്നത് 5ാമത്തെ എഡിഷൻ NABH സ്റ്റാൻഡേർഡ് ആണ്. ഇന്ന് മുതലാണ്, April 2020 തൊട്ടാണ് കേട്ടോ. NABH 2 കാര്യങ്ങൾക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് 2 കാര്യങ്ങൾ. ഒന്ന്, പേഷ്യന്റിന്റെ സേഫ്റ്റി, മറ്റൊന്ന് ക്വാളിറ്റി ഓഫ് ദ സർവീസസ് ഗിവൻ ബൈ ദ ഹോസ്പിറ്റൽ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? NABH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, അവരാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അവരുടെ ഒരു വിങ് ആണത് NABH എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായില്ലേ കാര്യങ്ങള്? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ളത് NABH മെയിൻലി ഡിവൈഡ്സ് ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻസ് കേട്ടോ. NABH ഈ നമ്മുടെ ഹോസ്പിറ്റലുകൾ പ്രധാനമായിട്ടും 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഡിവിഷൻ? ഒന്നാമത്തത് SHCO
SHCOന്റെ ഫുൾ ഫോം ഇതാണ്, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഇതാണ് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് 50 ബെഡുകളില് കുറവുള്ള ഹോസ്പിറ്റലുകളെ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ഡിവിഷൻ ആയിട്ടും ഒരു യൂണിറ്റ് ആയിട്ടും. പിന്നെ രണ്ടാമത്തത് HCO, നേരത്തെ പറഞ്ഞതാണ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 50 ബെഡ്സ്. 50 ബെഡുകളിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നൊരു വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പൊ NABH നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളെയും ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 50 ബെഡ്സ്, മറ്റൊന്ന് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മോർ ദാൻ 50 ബെഡ്സ്. അങ്ങനെ രണ്ടായിട്ടാണ് കാറ്റഗറി ആക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി നോക്കാം, NABH standards for the hospitals is arranged by the technical committee constituted by NABH that has esteemed persons from the clinical, nursing and medical administration areas. അതായത് നമ്മൾ പറഞ്ഞ NABHന്റെ സ്റ്റാൻഡേർഡുകൾ, ഈ സ്റ്റാൻഡേർഡുകൾ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതൊരു ടെക്നിക്കൽ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ആരാണ് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്? NABH തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട്, ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിക്കകത്ത് ആരൊക്കെയാണുള്ളത്? എസ്റ്റീംഡ് പേഴ്സൺസ് ഫ്രം ക്ലിനിക്കൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ. അതായത് നമ്മുടെ ക്ലിനിക്കൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഏരിയയിലെ വളരെ എസ്റ്റീംഡ് ആയിട്ടുള്ള, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അംഗങ്ങളുണ്ട്. അവരുൾപ്പെടുന്ന ഈ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? NABH സ്റ്റാൻഡേർഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ NABH സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി ഉണ്ട്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയിൽ ആരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? NABH തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയിൽ എന്ന് പറഞ്ഞാല് ക്ലിനിക്കൽ നഴ്സിംഗ് അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയകളിലെ ഏറ്റവും എസ്റ്റീംഡ് ആയിട്ടുള്ള, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് അതിന്റെ അംഗങ്ങൾ. അതിൽ ഉൾപ്പെടുന്നതാണ് ടെക്നിക്കൽ കമ്മിറ്റി. അവരാണ് ഈ NABH സ്റ്റാൻഡേർഡുകൾ മുന്നോട്ട് വെക്കുന്നത്, അവരാണത് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കാം, accreditation standards consider the needs of various laws and regulations and guidelines laid down by the government from the time to time. അതുകൂടാതെ കാലാകാലങ്ങളില് നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അതുപോലെ മാർഗനിർദ്ദേശങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കുന്നത്? NABH സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി എടുക്കുകയല്ല, അതിന് കൃത്യമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓരോ സമയങ്ങളിലും അവർ മുന്നോട്ട് വെക്കുന്ന ചട്ടങ്ങള് അല്ലെങ്കിൽ എന്താ പറയാ റെഗുലേഷൻസ് അല്ലെ മാർഗനിർദ്ദേശം, അതിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന NABH സ്റ്റാൻഡേർഡുകൾ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണെന്ന് പറഞ്ഞത്? ഓക്കെ അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലെ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മെയിൻ NABH ഗൈഡ് ബുക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഹാസ് 10 ചാപ്റ്റേഴ്സ് വിത്ത് എന്താണ് വലിയ കുഴപ്പമില്ല, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നില്ലേ? Okay, main NABH guide book or standard has 10 chapters with 100 standards and 651 objective elements. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, അല്ലാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം, അല്ലാണ്ട് ക്ലിയർ ആവില്ല കേട്ടോ. എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാനത് പറയുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് NABHന്റെ ഗൈഡ് ബുക്കിനെ പറ്റിയിട്ടാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. NABH ഗൈഡ് ബുക്കിനകത്ത് എത്ര ചാപ്റ്റേഴ്സുകളാണുള്ളത്? ദാറ്റ് സ്റ്റാൻഡേർഡ് ഹാസ് 10 ചാപ്റ്റേഴ്സ് കേട്ടോ. 10 ചാപ്റ്ററുകള്, 100 സ്റ്റാൻഡേർഡ്സ്. എത്ര സ്റ്റാൻഡേർഡ് ആണ്? 100 സ്റ്റാൻഡേർഡ്. പിന്നെ വരുന്നത് എന്താണ്? 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് അല്ലെ, 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. NABH ഗൈഡ് ബുക്കിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10 ചാപ്റ്റേഴ്സ്, 100 സ്റ്റാൻഡേർഡ്സ്, 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് സ്റ്റാൻഡേർഡ്, എന്താണ് ഒബ്ജക്റ്റീവ് എലിമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് അറിയുന്നത്.
ഓക്കെ, സ്റ്റാൻഡേർഡ് എന്താണെന്നൊക്കെയുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പെർഫോമൻസ് അല്ലെ. അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പെർഫോമൻസ് കേട്ടോ. അതായത് നമ്മളൊരു പെർഫോമൻസിനായിട്ടുള്ള ഒരു കൂട്ടം ഒബ്ജക്റ്റീവ്സ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞ് നമുക്കറിയാം. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളാണ് അല്ലെ. that the hospital must follow to ensure the quality and patient safety. ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഹോസ്പിറ്റല് അവരുടെ ക്വാളിറ്റിയും പേഷ്യന്റിന്റെ സേഫ്റ്റിയും ഒക്കെ ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിർബന്ധമായിട്ടും അവർ ഫോളോ ചെയ്യേണ്ട ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അല്ലെ. അതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. സ്റ്റാൻഡേർഡ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഫോർ ദ പെർഫോമൻസ് ഇൻ ദ ഹെൽത്ത് കെയർ. ദാറ്റ് മീൻസ് നമ്മുടെ ഹെൽത്ത് കെയറിലെ ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റി സർവീസ്, പേഷ്യന്റിന്റെ സേഫ്റ്റി അതൊക്കെ ഉറപ്പാക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും അവർ ഫോളോ ചെയ്യേണ്ട ഒരു കൂട്ടം ഒബ്ജക്റ്റീവ്സ്, ഒരു കൂട്ടം നിർദ്ദേശങ്ങള്, ഗൈഡ് ലൈൻസ്, അതാണ് ഇത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്താണെന്നാണ് അല്ലെ. എന്താണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാല്? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് കം അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ് ആൻഡ് ആർ യൂസ്ഡ് ടു ഒബ്സർവ്. അതായത് ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞ ഓരോ സ്റ്റാൻഡേർഡിന്റെ കീഴിലായിട്ട് വരുന്നതാണ് ഇത് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ദാറ്റ് ആർ യൂസ്ഡ് ടു ഒബ്സർവ്. അത് കൃത്യമായിട്ട് പെർഫോമൻസ് ഒബ്സർവ് ചെയ്യാനായിട്ട്, വിലയിരുത്താനായിട്ട്, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം എന്താ പറയുക എലമെന്റ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കൂട്ടം ഫാക്ടേഴ്സ്, അതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അപ്പൊ നിങ്ങൾ ഓർക്കാം, ചാപ്റ്ററിന്റെ അകത്ത് സ്റ്റാൻഡേർഡുകളുടെ കീഴിലായിട്ടാണ് ഇത് വരുന്നത്, ഒബ്ജക്റ്റീവ് എലമെന്റ്സ് വരുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങളാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റാൻഡേർഡിന്റെ കീഴിലായിട്ടാണ് ഒബ്ജക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് എലമെന്റ് എന്തിനാണ്? ആ ഒരു പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനായിട്ട്, ഒബ്സർവ് ചെയ്യാൻ, വിലയിരുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എത്ര എണ്ണമുണ്ട്? 651 എണ്ണമുണ്ട്. അപ്പൊ അതിന് 4 കാറ്റഗറി ആയിട്ടാണ് തന്നെ തിരിച്ചിരിക്കുന്നത്. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, നമ്പേഴ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 1 or 2 are in a core category which are necessarily judged during the each assessment. അതായത് നമ്മുടെ അക്രഡിറ്റേഷന്റെ ഓരോ ഈച്ച് അസസ്മെന്റ്, അതായത് ഓരോ മൂല്യനിർണ്ണയ സമയത്തും വിലയിരുത്തേണ്ടതായിട്ടുള്ള 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കോർ കാറ്റഗറി. അതായത് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണം. 4 കാറ്റഗറി ഇതൊക്കെയാണ്. ഒന്ന് കോർ കാറ്റഗറി, രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് കാറ്റഗറി, മൂന്നാമത്തത് അച്ചീവ്മെന്റ് കാറ്റഗറി, നാലാമത്തത് ഏതായിരുന്നു? എക്സലൻസ് കാറ്റഗറി. അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 4 കാറ്റഗറി ഏതൊക്കെയാ? ഒന്ന് കോർ കാറ്റഗറി, രണ്ടാമത്തത് കമ്മിറ്റ്മെന്റ് കാറ്റഗറി, മൂന്നാമത്തത് അച്ചീവ്മെന്റ് കാറ്റഗറി, നാലാമത്തത് എക്സലൻസ് കാറ്റഗറി. ഇവിടെ 4 കാറ്റഗറിയിലായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഇനി ഓരോ കാറ്റഗറിയിലും എത്ര വീതം എന്നുള്ളതാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. നോക്കാം, 1 or 2 are in core category which are necessarily judged during each assessment. അതായത് ഈച്ച് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഓരോ മൂല്യനിർണ്ണയ സമയത്തും വിലയിരുത്തേണ്ട 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കോർ കാറ്റഗറി എന്ന് പറയുന്നത് കേട്ടോ. കോർ കാറ്റഗറി. ഓക്കെ, എപ്പോഴാണ് അസസ് ചെയ്യുന്നത്? ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്. അതായത് നമ്മള് അസസ്മെന്റ് മീൻസ് നമ്മൾ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഓരോ മൂല്യനിർണ്ണയ സമയത്തും വിലയിരുത്തേണ്ട 102 ഉൾപ്പെടുത്തിയത് കോർ കാറ്റഗറി. രണ്ടാമത്തത് 459 are in commitment category which will be judged during the final assessment. അതായത് നമ്മൾ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തേണ്ടതായിട്ടുള്ള 459 ഒബ്ജക്റ്റീവ് എലമെന്റ്സിന് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കമ്മിറ്റ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ എലമെന്റ്സ് വരുന്നത് ഇതിനകത്താ കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കാണ്. 459 എണ്ണം വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് 60 are in achievement category which will be estimated during the surveillance assessment കേട്ടോ. ഇനി അടുത്തത് 60 ഒബ്ജക്റ്റീവ് എലമെന്റ്സിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അച്ചീവ്മെന്റ് കാറ്റഗറിക്കകത്താണ്. അത് ഏത് സമയത്താണ്? which will be estimated during the surveillance assessment. സർവൈലൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഒബ്സർവേഷൻ ഉള്ള സർവൈലൻസ് ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ട്. CCTV സർവൈലൻസ് ക്യാമറ എന്ന് വെച്ചാൽ നിരന്തര മൂല്യനിർണ്ണയ സമയത്ത്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
മറ്റേത് ഓരോ ഘട്ടത്തിലാണ് അല്ലെ. അതായത് ഈച്ച് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോ ഘട്ടത്തിലുള്ള മൂല്യനിർണ്ണയത്തില് ഒരെണ്ണം ഏറ്റവും അവസാനം അന്തിമ മൂല്യനിർണ്ണയ സമയത്ത്. പക്ഷെ അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിരന്തര മൂല്യനിർണ്ണയ സമയത്ത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സർവൈലൻസ് അസസ്മെന്റ്. ആ സമയത്ത് വിലയിരുത്തേണ്ടതായ 60 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ബാക്കി 30 എണ്ണമാണ് വരുന്നത്. 30 are in excellence category which will be assessed during the re-accreditation. ബാക്കി വരുന്ന 30 ഒബ്ജക്റ്റീവ് എലമെന്റ്സിന് നമ്മൾ ഏതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എക്സലൻസ് കാറ്റഗറിക്കകത്താണ്. അതെപ്പോഴാണ് വിച്ച് വിൽ ബി അസസ്ഡ് ഡ്യൂറിംഗ് ദ re-accreditation. അതായത് നമ്മൾ പുനർമൂല്യനിർണ്ണയ re-accreditation, അതായത് അക്രഡിറ്റേഷൻ കൊടുത്തിട്ട് വീണ്ടും നമുക്കത് റീഅക്രഡിറ്റേഷന്റെ സമയത്ത് വിലയിരുത്തേണ്ടതായിട്ടുള്ള 30 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എക്സലൻസ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എണ്ണി നോക്കിയാൽ നിങ്ങൾ 102, 459, 60, 30 ആഡ് ചെയ്യുമ്പോൾ ടോട്ടലായി നമുക്ക് 651 കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. അതിന് 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഇതൊക്കെ 4 കാറ്റഗറി: കോർ കാറ്റഗറി, കമ്മിറ്റ്മെന്റ് കാറ്റഗറി, പിന്നെന്താ അച്ചീവ്മെന്റ് കാറ്റഗറി, എക്സലന്റ് കാറ്റഗറി. ഓക്കെ, കോർ കാറ്റഗറിക്കകത്ത് എത്ര ഉണ്ട്? 102 ഉണ്ട്. എന്താണ് കോർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഈച്ച് അസസ്മെന്റ് നമ്മൾ ഈ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഓരോ ഘട്ടത്തിലും ഓരോരോ ഘട്ടങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ഈച്ച് അസസ്മെന്റ് സമയത്ത് മൂല്യനിർണ്ണയം നടത്തേണ്ടതാണ് 102 എന്ന കോർ കാറ്റഗറി. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഫൈനൽ അസസ്മെന്റ് സമയത്ത് അക്രഡിറ്റേഷൻ അന്തിമ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തേണ്ടതായിട്ട് 459 എന്നാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അത് കമ്മിറ്റ്മെന്റ്. അച്ചീവ്മെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ 60 എണ്ണമാണ്. അച്ചീവ്മെന്റ് കാറ്റഗറി എപ്പോഴാണ്? സർവൈലൻസ് അസസ്മെന്റ് നിരന്തര മൂല്യനിർണ്ണയത്തിൽ നമ്മൾ ചെയ്യേണ്ട വിലയിരുത്തേണ്ടതാണ് 60 എണ്ണം ഉൾപ്പെടുത്തിയതാണ് അച്ചീവ്മെന്റ്. ഏറ്റവും ഒടുവിൽ വരുന്നത് 30 ആണ്. 30 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എക്സലൻസ് കാറ്റഗറി. അതേ സമയത്ത് അസസ് ചെയ്തതാണ് റീഅക്രഡിറ്റേഷൻ സമയത്ത്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇതിനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല കേട്ടോ. കോർ കാറ്റഗറിക്കകത്ത് എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാൻ മുന്നോട്ട് പോവാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഏത് കാറ്റഗറിക്കകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അത് കമ്മിറ്റ്മെന്റ് കാറ്റഗറിക്കകത്താണ്. കാരണം 459 എണ്ണം എടുത്ത് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് NABH സ്റ്റാൻഡേർഡ്സ് കേട്ടോ. നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങൾ അത് എവിടെയും വരുന്നുണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റിനകത്തും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ പഠിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സൗകര്യം. അവിടെ നിങ്ങൾ NABH പഠിക്കുന്നുണ്ട്, JCA പഠിക്കുന്നുണ്ട്. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് വേണം പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ പഠിച്ചു പോയാൽ അവിടെ നിങ്ങൾക്ക് സൗകര്യമായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് NABH സ്റ്റാൻഡേർഡ് കേട്ടോ. അപ്പൊ നമുക്കറിയാം 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. 100 പഠിക്കാൻ നടക്കില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡുകൾ അവരവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതും എന്ത് നോട്ട് ചെയ്താൽ മതി? അതിലേക്ക് ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല കേട്ടോ. അപ്പൊ NABH സ്റ്റാൻഡേർഡ്സ് നോക്കുക. അത് 2 എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു 100ഓളം സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, അപ്പൊ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, പേഷ്യന്റിന് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചില സ്റ്റാൻഡേർഡുകളുണ്ട്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ഒന്നാമത്തത് ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അഥവാ AAC. ഓക്കെ, AAC അത് ഏത് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്. അറിയണമെങ്കിൽ നമുക്ക് അതിന്റെ ഫുൾ ഫോം പഠിക്കണം. AAC എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ. അക്സസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ലഭ്യമാക്കാന്നുള്ള അർത്ഥമാണ് അല്ലെ. എന്ന് വെച്ചാൽ എല്ലാ ആരോഗ്യ പരിചരണവും എല്ലാവർക്കും എന്താവണം? ആക്സസബിൾ ആവണം, എല്ലാവർക്കും ലഭ്യമാണ് അല്ലെ. അല്ലാണ്ട് അവിടെ ഒരു കാസ്റ്റോ കമ്മ്യൂണിറ്റിയോ സെക്സോ റിലീജിയൻ അതിന്റെ പേരിൽ ഒരു ഡിസ്ക്രിമിനേഷൻ കാണില്ല. എല്ലാവർക്കും ഏറ്റവും ക്വാളിറ്റി ഉള്ള സർവീസ് ആക്സസബിൾ ആയിരിക്കണം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആക്സസ്, പിന്നെ അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെ. അതായത് നമുക്ക് പേഷ്യൻസിന് പരിചരണങ്ങൾ ആക്സസബിൾ ആവണം, വിലയിരുത്തപ്പെടണം. അതുപോലെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. തുടർച്ചയായിട്ടുള്ള ഒരു പരിചരണം അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് കേട്ടോ. ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, ദാറ്റ് ഈസ് AAC. അടുത്തത് COP, എന്താണ്? കെയർ ഓഫ് പേഷ്യന്റ്, കെയർ ഓഫ് പേഷ്യന്റ്. പിന്നെ MOM, എന്താണ്? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. എന്താണ്? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. എന്തായിരിക്കും? പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളായിരിക്കും. ഓക്കെ, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ.
അടുത്തത് PRE എന്താണ്? പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. പേഷ്യന്റിന്റെ അവകാശങ്ങള് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അവയർനെസ്, എഡ്യൂക്കേഷൻ മീൻസ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന അവയർനെസ്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് കേട്ടോ PRE എന്ന്. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. അടുത്തതാണ് HIC എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇതാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഓക്കെ, ഈ പറയുന്നതെല്ലാം തന്നെ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്. പേഷ്യന്റിന് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്? AAC, COP, MOM, PRE, HIC. അതിന്റെയൊക്കെ ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് ആ ഒരു ഓർഗനൈസേഷന് ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. അതിനകത്ത് വരുന്നത് ഫസ്റ്റ് വൺ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അഥവാ PSQ. എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് കേട്ടോ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അപ്പൊ എന്തായിരിക്കും? പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന സേവനങ്ങളുടെ ക്വാളിറ്റി, അതൊക്കെ ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന കാര്യങ്ങളാണ്. സോ ഓർഗനൈസേഷൻ സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് കേട്ടോ. പിന്നെ വരുന്നത് ROM. എന്താണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് മീൻസ് ഓർഗനൈസേഷന്റെ ഉത്തരവാദിത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ അല്ലെ, ROM. ഓക്കെ, ദെൻ വരുന്നത് FMS എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി ആണ്. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി ദാറ്റ് മീൻസ് ഒരു ഹോസ്പിറ്റലില് അവിടുത്തെ പേഷ്യൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റികള് അവരുടെ സേഫ്റ്റി ഉറപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളായിരിക്കും അല്ലെ. ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി FMS. പിന്നെ വരുന്നത് HRM. നിങ്ങൾക്ക് അറിയാൻ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പിന്നെ വരുന്നത് IMS എന്താണ്? ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ് കേട്ടോ. കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൂടെയാണല്ലോ ഇപ്പൊ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ കേട്ടോ. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അഥവാ IMS. ഇത്രയും വരുന്നത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ നിങ്ങള് സ്റ്റാൻഡേർഡുകൾ പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം ആദ്യം പഠിച്ചു വെക്കാം. ഇനി നിങ്ങളോട് ചോദിക്കാറുണ്ട് COP, AAC അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡാണ്. അപ്പൊ നമ്മൾ പറയുന്നത് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡാണ്. അല്ലെങ്കിൽ HRM, FMS അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡാണ്? ഓർഗനൈസേഷൻ സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. അങ്ങനെയാണ് നിങ്ങൾക്കത് അങ്ങനെ ആ ഒരു രീതിയിൽ മനസ്സിലാക്കി വെക്കാം കേട്ടോ, പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് കേട്ടോ. NABH ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു NABHന്റെ ഒരു അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് എന്തൊക്കെയാണ് കേട്ടോ. എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് നമ്മൾ അവിടെ എന്താണ് ഫോളോ ചെയ്യുന്നത്? ഒരു NABHന്റെ അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻസ്, രേഖകള് അല്ലെങ്കിൽ രേഖപ്പെടുത്തലുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 10 പോയിന്റുകളുണ്ട് കേട്ടോ. 10 റിക്വയർമെന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ആ 10-നകത്ത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം. ഫസ്റ്റ് കേട്ടോ, ഒന്നാമത്തെ ഡോക്യുമെന്റേഷൻ എന്താണ്? റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് എന്താണ്? ഫസ്റ്റ് പറയുന്നത് മാനുവൽ ആണ് കേട്ടോ. മാനുവൽ എന്ത് മാനുവൽ ആണ് നോക്കുക? ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ. These 3 manuals must be assessed and revised every year. അണ്ടർലൈൻ ചെയ്ത് വെക്കട്ടോ. അപ്പൊ ഒന്നാമത്തെ ഡോക്യുമെന്റേഷൻ എന്താണ്? റിക്വയർമെന്റ്. ഒരു NABH അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്? ഒന്നാമത്തെ റിക്വയർമെന്റ് മാനുവൽ ആണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട മാനുവൽ ആണ്? 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഒന്ന് ക്വാളിറ്റി, 2 സേഫ്റ്റി, മറ്റൊന്ന് ഇൻഫെക്ഷൻ കൺട്രോൾ. ഇത് 3മായിട്ട് ബന്ധപ്പെട്ട മാനുവലുകൾ നിർബന്ധമായിട്ടും സൂക്ഷിച്ചിരിക്കണം, ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, these 3 manuals must be assessed and revised every year. ഈ പറയുന്ന 3 മാനുവലുകളും എല്ലാ വർഷവും എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം, വിലയിരുത്താൻ വേണം, അത് റിവൈസ് ചെയ്യണം. ഓക്കെ, പരിഷ്കരിച്ചുകൊണ്ടിരിക്കണം. എവരി ഇയർ ആണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ റിക്വയർമെന്റ് മാനുവൽ ആണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട മാനുവലുകളാണ്? സേഫ്റ്റി, ക്വാളിറ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട 3 മാനുവലുകളും എല്ലാ വർഷവും എന്ത് ചെയ്തിരിക്കണം? റിവൈസ് ചെയ്തിരിക്കണം. ഓക്കെ,
രണ്ടാമത്തെ ഒരു റിക്വയർമെന്റ് ആയിട്ട് പറയുന്നത് കമ്മിറ്റീസ് ആണ് കേട്ടോ. കമ്മിറ്റികളാണ്. എന്തൊക്കെ കമ്മിറ്റികളാണ് നിർബന്ധമായിട്ടും ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവേണ്ടത്? ഇത്തരം കമ്മിറ്റികളൊക്കെ വേണം ഒരു അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ. അപ്പൊ ഒരു 8 കമ്മിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ആഴ്ച മനസ്സിലാക്കിയാൽ മതി. ഒന്ന് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇതൊക്കെ നമ്മുടെ നോസോകോമിയൽ ഇൻഫെക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി വേണം അല്ലെ. ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി കമ്മിറ്റി. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ. ക്വാളിറ്റിയും സേഫ്റ്റിയും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട കമ്മിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അത് നമ്മൾ ഫാർമസി പഠിച്ചപ്പോ ETC പറഞ്ഞു പഠിച്ചില്ലേ, ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഫാർമസി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് കോഡ് ബ്ലൂ കമ്മിറ്റിയാണ്. കോഡ് ബ്ലൂ കമ്മിറ്റി നിങ്ങൾക്കറിയാം എന്താണ്? അതൊരു എമർജൻസി കോഡാണ് അല്ലെ. എമർജൻസി കോഡ് കമ്മിറ്റിയാണ്. അതായത് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ എമർജൻസി ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് അല്ലെ. അതായത് കോഡ് ബ്ലൂ അല്ലെ. കോഡ് ബ്ലൂ കമ്മിറ്റി ആദ്യമായിട്ട് കേൾക്കുന്നതല്ല, ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ എമർജൻസി കോഡാണ് അല്ലെ. ദാറ്റ് എന്താണ്? എ പേഷ്യന്റ് ഈസ് ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ. ഒരു പേഷ്യന്റ് ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അലർട്ടാണ് കോഡ് ബ്ലൂ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി ഉണ്ട്. ആ ഒരു കോഡ് ബ്ലൂ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും എമർജൻസി, ഇപ്പൊ കാർഡിയക് അറസ്റ്റോ ഹാർട്ട് അറ്റാക്ക് ആയിട്ടൊക്കെ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ് കേട്ടോ കോഡ് ബ്ലൂ കമ്മിറ്റി. പിന്നെ വരുന്നത് എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി അല്ലെ. അതായത് നമ്മുടെ ബ്ലഡിന്റെ ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട കമ്മിറ്റി വേണം. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി. മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ കൃത്യമായിട്ട് അവലോകനം ചെയ്യുന്നതിനായിട്ടുള്ള കമ്മിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റിയാണ്. എന്ന് വെച്ചാൽ അച്ചടക്ക നടപടികളും പരാതി പരിഹാര സംവിധാനങ്ങളും പരാതി പരിഹരിക്കാനായിട്ടുള്ള കമ്മിറ്റികൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പരാതികൾ വരുമ്പോൾ അതിന് എന്താണ്, അതായത് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, പരാതികളൊക്കെ കൈകാര്യം ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അച്ചടക്ക നടപടികളൊക്കെ സ്വീകരിക്കുന്നതിനൊക്കെ ആയിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അതിൽ മിസ് എടുത്തിരുന്നു അല്ലെ. കോഡ് ബ്ലൂ നിങ്ങൾക്ക് അറിയാം. പിന്നെ വരുന്നത് ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇന്റേണൽ ഡിപ്പാർട്ട്മെന്റ്സുകൾക്കിടയിലൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങള്, ഇന്റേണൽ ആയിട്ടൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകള്, അതൊക്കെ പരിഹരിക്കുന്നതിനായിട്ടുള്ള ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റികളും എവിടെ ഉണ്ടായിരിക്കണം? ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കമ്മിറ്റികൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ കമ്മിറ്റികളാണ്, മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ക്വാളിറ്റി സേഫ്റ്റി കമ്മിറ്റി, ഫാർമസി തെറാപ്യൂട്ടിക് കമ്മിറ്റി, കോഡ് ബ്ലൂ കമ്മിറ്റി, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റി, മെഡിക്കൽ റെക്കോർഡ് റിവ്യൂ കമ്മിറ്റി, ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് കമ്മിറ്റി, ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റി. ഇതാണ് രണ്ടാമതായിട്ട് അവർ പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ മൂന്നാമത് വരുന്ന ഒരു റിക്വയർമെന്റ് ആണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കേട്ടോ. KPI എന്ന് പറയും. എന്താണ് KPI അഥവാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ. ഓക്കെ, ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ നമുക്ക് 32 പഠിക്കാനുണ്ട് കേട്ടോ. 32 ഇവിടെ പഠിക്കാനുണ്ട്. ഈ 32 ഫോർമുലകളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം, ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. NABH അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെ റിക്വയർമെന്റ്സുകളാണ് വേണ്ടത്? ഒന്നാമത് നമ്മൾ പറഞ്ഞൊരു മാനുവൽ ഉണ്ടായിരിക്കണം. ക്വാളിറ്റി സേഫ്റ്റി ഇൻഫെക്ഷൻ കൺട്രോൾ, ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ട മാനുവലുകൾ ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അത് എല്ലാ വർഷവും റിവൈസ് ചെയ്യണം. പിന്നെ പറഞ്ഞ രണ്ടാമത് കമ്മിറ്റികളാണ്. കമ്മിറ്റികൾ ഉണ്ടായിരിക്കുന്ന 8ഓളം കമ്മിറ്റി പറഞ്ഞു. മൂന്നാമത്തെ റിക്വയർമെന്റ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 32 പഠിക്കാനായിട്ട്. ഓക്കെ, ചെയ്യണം കേട്ടോ. ഇന്ന് ശനിയാഴ്ച ക്ലാസ് വെച്ചത് കൊണ്ടാണോ പലരും കുറച്ചു പേര് മാത്രമേ ക്ലാസ്സിൽ കയറുന്നുള്ളൂ? എന്ത് ക്ലാസ് ബോറായിട്ടാണോ? ചാപ്റ്റർ ബോറിംഗ് ആയിട്ടാണോ? എന്താണ്? ശനിയാഴ്ച വെച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നത്. കാരണം മിക്കവർക്ക് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. അതുകൊണ്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും കുറവുണ്ടാവാറില്ല.
അതെ അതെ അതെ. മിസ്സിനെന്താ വയ്യല്ലേ? എനിക്ക് പനിയായിരുന്നു, തലച്ച നല്ല പനിയായിരുന്നു. ഇപ്പോഴൊന്ന് ശരിയായി വരണുള്ളൂ. ആ ഫേസൊക്കെ കാണുമ്പോ ഭയങ്കര വയ്യായി തോന്നുന്നുണ്ട്. അതെ, ആ ഒരു പനിയിൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി, ഭയങ്കര ടയേർഡായിരുന്നു. യാത്ര ചെയ്തതല്ലേ, സൗണ്ടും ശരിയായി വന്നിട്ടില്ല. സൗണ്ട് ഭയങ്കരമായിട്ട് മാറി, ഇപ്പൊ ശരിയായി വരണുള്ളൂ സൗണ്ട്. സൗണ്ടിനും ഇതുണ്ട്. വ്യത്യാസമുണ്ട്, എനിക്കറിയാം. അപ്പൊ ശരി കേട്ടോ, ഇത്രയും താങ്കളൊക്കെ നല്ലപോലെ ഓക്കെ, താങ്ക് യു. ശരി. താങ്ക് യു.